മാതർമേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഏലാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃതരക്തബീജവിദ്നുജേ നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശുരുചിതം ദുർഗേ നമസ്തേംബികേ. ഈ ദേവി മഹാത്മ്യത്തിൽ ഇയാളുടെ സുംഭൻ്റെ സന്ദേശം പറയുകയാണ്. സുഗ്രീവൻ എന്നുള്ളതായിട്ടുള്ള അസുരൻ, ദൂതനായിട്ട് വന്നിട്ടുള്ള സുഗ്രീവൻ എന്നുള്ള അസുരൻ സുംഭൻ പറഞ്ഞയച്ചതായിട്ടുള്ള ആ ദൗത്യം ദേവിയോട് പറയണം. പറയുന്നതിൻ്റെ അവസാനമായിട്ടാണ് മാം വാ മമ അനുജം വാവി നിസുംഭമുരു വിക്രമം ഭജത്വം ചഞ്ചലാപാങ്കി രത്നഭൂതാസി വൈ യഥ. മാം അത് തൻ്റെ സുംഭൻ്റെ കേമത്തൊക്കെ പറഞ്ഞു. ദൈത്യന്മാരുടെ അധിപനാണ് എന്നുള്ളതും ദേവന്മാരൊക്കെ തൻ്റെ അധീനത്തിലാണെന്നുള്ളതും രത്നങ്ങളൊക്കെ തൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതും ശ്രീരത്നമായതുകൊണ്ട് ഭവതിയും എനിക്ക് എന്നെ വന്നു ചേരണം എന്നുള്ളതായിട്ടുള്ള ഇത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒടുക്കം പറയാണ് മാം വാ, നീ എന്നെ തന്നെ വേണമെന്നില്ല, എന്നെ വാ, അല്ലെങ്കിൽ മമ അനുജം വാപി, എൻ്റെ അനുജൻ, മമ അനുജം വാപി, എൻ്റെ അനുജനായിട്ടുള്ള നിസുംഭൻ എന്നുള്ളതായിട്ടുള്ള എൻ്റെ അനുജനുണ്ട്. ഒരു വിക്രമം, അയാളും നല്ല വിക്രമത്തോടു കൂടിയ ആൾ തന്നെയാണ്. ഒരു വിക്രമം, ശ്രേഷ്ഠമായ വിക്രമത്തോടു കൂടിയ എൻ്റെ അനുജനെയോ, എന്നെയോ ശ്രേഷ്ഠമായ വിക്രമത്തോടു കൂടിയ എൻ്റെ അനുജനെയോ ഭജ ത്വം ഭജ, നീ ഭജിച്ചാലും സ്വീകരിച്ചാലും ഒന്നുകിൽ എന്നെ അല്ലെങ്കിൽ എൻ്റെ അനുജനെ വിവാഹം കഴിക്കാം എന്നാണ്. ചഞ്ചലാപാങ്കി, ചഞ്ചലമായിട്ടുള്ള ചലിക്കുന്ന അപാങ്കങ്ങളോട് കൂടിയവളെ സംബോധനയാണ്. ചഞ്ചലാപാങ്കി രത്നഭൂതാസി വൈ യതഃ. എന്താണ് ഞാൻ ഈ പറയണത് എന്ന് വെച്ചാൽ യതഃ എന്തെന്നാൽ ത്വം രത്നഭൂത അസി, നീ ഒരു രത്നം തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും തന്നെയാണ് യോജിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ പത്നിയാവാനായിട്ടാണ് നീ യുക്തയായിട്ടുള്ളത്. ഒന്നുകിൽ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ അനുജനെ നീ സ്വീകരിക്കണം എന്നുള്ളതായിട്ടുള്ള സന്ദേശം പറഞ്ഞു. കഴിഞ്ഞ് പരമൈശ്വര്യമതുലം പ്രാപ്സ്യസേ മത്പരിഗ്രഹാത് ഏതത് ബുദ്ധ്യാ സമാലോച്യ മത്പരിഗ്രഹതം വ്രജ. പരമൈശ്വര്യം അതുലം പ്രാപ്സ്യസേ മത്പരിഗ്രഹാത്. മത്പരിഗ്രഹാത്, എന്നെ സ്വീകരിച്ചാൽ, എന്നെ ഭർത്താവായിട്ട് നീ സ്വീകരിക്കുകയാണെങ്കിൽ പരമൈശ്വര്യം അതുലം, അതുലം അതുലമായിട്ടുള്ള തുല്യതയില്ലാത്ത, സദൃശമില്ലാത്ത, സാദൃശ്യമില്ലാത്ത പരമമായിട്ടുള്ള ഐശ്വര്യത്തെ, എല്ലാവരുടെയും ഈശ്വരിയായിട്ട് വരാം എന്നെ സ്വീകരിച്ചാൽ. അതായത് ഞാൻ പരമേശ്വരനാണല്ലോ, എല്ലാവരുടെയും ഈശ്വരനാണ് ഞാൻ. അപ്പോൾ എൻ്റെ പത്നിയാവുമ്പോൾ നിനക്കും ആ ഐശ്വര്യം കിട്ടും എന്നുള്ള. പരമൈശ്വര്യം അതുലം, അതുല്യമായിട്ടുള്ള, തുലതയില്ലാത്തതായിട്ടുള്ള അത്യധികമായിട്ടുള്ള ഐശ്വര്യത്തെ പ്രാപ്സ്യസേ, നിനക്ക് ലഭിക്കും. എങ്ങനെയാകുമ്പോൾ മത്പരിഗ്രഹാത്, എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ. ഏതത് ബുദ്ധ്യ, ഇത് ആലോചിച്ച്, ഏതത് ബുദ്ധ്യ സമാലോച്യ, ബുദ്ധി കൊണ്ട് ഇത് നല്ലപോലെ ആലോചിച്ചോളൂ. ഇതാണ് വേണ്ടത്, എന്താണ് വേണ്ടത് എന്നുള്ളത്. ഏതത് ബുദ്ധ്യ സമാലോച്യ, നല്ലപോലെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് മത്പരിഗ്രഹതാം വ്രജ, എൻ്റെ പരിഗ്രഹമായിട്ട് തീരൂ. എൻ്റെ പത്നിയായി, പരിഗ്രഹം വെച്ചാൽ പത്നി എന്നുള്ള അർത്ഥമാണ്. എൻ്റെ പത്നിയായിട്ട് തീരൂ. വ്രജ, വ്രജ അതിനെ പ്രാപിക്കൂ, എൻ്റെ പത്നിത്വം പ്രാപിക്കൂ, എൻ്റെ പത്നിയായി തീരൂ എന്ന്, എന്നെ സ്വീകരിക്കൂ എന്നുള്ളതാണ് അവിടെ അർത്ഥം. ഇനി ഇത്യുക്താ സാ തദാ ദേവി ഗംഭീരാന്തസ്മിത ജഗൗ ദുർഗാ ഭദ്രാ ഭഗവതി യേദം ധാര്യതേ ജഗത്. ഇത്യുക്ത, ഇപ്രകാരം പറയപ്പെട്ടതായ സാ ദേവി, ആ ദേവി, ആ ദേവി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദുർഗ, ആ ദുർഗയെ പ്രാപിക്കാൻ വലിയ വിഷമമുള്ള ആളാണ്, ലഭിക്കാൻ വിഷമമായിട്ടുള്ളതായിട്ടുള്ള ദുർഗ. ദുർഗ ഭദ്ര, എന്നാൽ എല്ലാ ഭദ്രങ്ങളെയും നൽകുന്ന, മംഗളത്തെയും നൽകുന്നവളുമാണ് ഭഗവതി. ആ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളതാണ് ഭഗവതി. ഉള്ളത് ഭഗവതി എന്നുള്ള. ഭഗവൻ എന്ന് പറയുമ്പോൾ ഐശ്വര്യം, ഐശ്വര്യ, ജ്ഞാനം, വൈരാഗ്യം എന്നുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ളതായിട്ടുള്ള ഐശ്വര്യങ്ങളോട് കൂടിയവളും ദുർഗ, പ്രാപിക്കാൻ പ്രയാസമുള്ളവളും ഭദ്ര, മംഗളാത്മികയുമായിട്ടുള്ള ആ ദേവി
ആ ദേവിയോടാണ് പറയണത്. എന്താണ്? യയേദം ധാര്യതേ ജഗത്, യയാ ആരാലാണോ ഇതം ജഗത് ധാര്യതേ, ഈ ജഗത്ത് മുഴുവൻ ധരിക്കപ്പെടുന്നത്, ഈ ജഗത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്നതായിട്ടുള്ള തൻ്റെ അധീനത്തിലാണ് ഈ ജഗത്ത് മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ദേവിയുടെ കയ്യിലാണ്. അപ്പം അങ്ങനെ അധീനതയിലാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ദേവിയാണ്, ദേവിയോടാണ് ഇതൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ്. അപ്രകാരമുള്ളതായിട്ടുള്ള ദേവി ദുർഗാ ഭദ്ര കിഞ്ച് ഗംഭീര അന്തസ്മിത, ഉള്ളിലൊന്ന് ഗംഭീരമായിട്ട് പുഞ്ചിരിച്ചു എന്നുള്ളതാണ്. ഉള്ളിലൊരു ഹാസം. തന്നോടല്ലേ ഇതൊക്കെ പറയണത്? തൻ്റെ കേമത്വം പറയുകയാണ് അവിടെ. സുന്ധൻ്റെ കേമത്താണല്ലോ പറഞ്ഞത്. അപ്പോൾ തന്നോടാണ് അത് പറഞ്ഞത് എന്നുള്ളതൊന്നും പുറത്തേക്ക് പറയണില്ല. ഗംഭീര അന്തസ്മിത, ഉള്ളിലൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട്. ആ പുഞ്ചിരിയുടെ അർത്ഥം അതാണ്. എന്താണ്? ഈ ലോകം മുഴുവൻ അധീനത്തിലുള്ളതായിട്ടുള്ള എന്നോട് ആണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയണത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം അപ്രകാരമുള്ളതായിട്ടുള്ള ആ പുഞ്ചിരിയോടുകൂടി, അന്തസ്മിത, ഉള്ളിൽ ഉള്ളതായിട്ടുള്ള ഒരു പുഞ്ചിരിയോടുകൂടി ഒക്കെ ഇപ്രകാരം ഉക്ത ഗംഭീര, ഒന്ന് ചിരിച്ചുകൊണ്ട് ജഗൗ പറഞ്ഞു. ഒന്ന് ചിരിച്ചുകൊണ്ട്, ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ജഗൗ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സത്യമുക്തം ത്വയാ നാത്ര മിഥ്യാ കിഞ്ചിത് ത്വയോദിതം ത്രൈലോക്യാധിപതി ശുംഭോ നിശുംഭശ്ചാപി താദൃശ. സത്യം ഉക്തം ത്വയാ, അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്. അതായത് സുഗ്രീവനാണല്ലോ ഇവിടെ പറഞ്ഞത്. ത്വയാ സത്യം ഉക്തം, അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്. സത്യം പറഞ്ഞത് ശരിയാണ്. അങ്ങ് ത്രൈലോക്യാധിപതിയാണ്, അതൊക്കെ സമ്മതിച്ചു. സത്യമുക്തം ത്വയാ ന അത്ര മിഥ്യാ കിഞ്ചിത് ത്വയോദിതം. അത്ര ഇവിടെ ത്വയാ അങ്ങയാൽ മിഥ്യാ കിഞ്ചിത് എന്ന ഉക്തം, തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല, കളവായിട്ടൊന്നും പറഞ്ഞില്ല. അങ്ങ് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. അങ്ങ് പറഞ്ഞതിന് ഒന്നും തെറ്റിയിട്ടില്ല. അങ്ങക്ക് ഇതൊക്കെ ഉണ്ട്, രത്നങ്ങളൊക്കെ ഉണ്ട്, ത്രൈലോക്യത്തിനും അധിപതിയാണ്, ദേവന്മാരൊക്കെ അങ്ങയെ വഴങ്ങുന്നുണ്ട്, ഇതൊക്കെ കാര്യം ശരിയാണ്. സത്യമുക്തം ത്വയാ നാത്ര മിഥ്യാ കിഞ്ചിത് ത്വയോദിതം. അത്ര ഇക്കാര്യത്തിൽ മിഥ്യയായിട്ടൊന്നും തന്നെ അങ്ങ് പറഞ്ഞിട്ടില്ല. ത്രൈലോക്യാധിപതി ശുംഭ, ശുംഭൻ 3 ലോകങ്ങൾക്കും അധിപതി തന്നെയാണ്. ത്രൈലോക്യാധിപതി ശുംഭ നിശുംഭശ്ചാപി താദൃശ, നിശുംഭനും അങ്ങനെയുള്ള ആൾ തന്നെയാണ്. അതായത് താദൃശ, അങ്ങയ്ക്ക് തുല്യനായിട്ടുള്ള ആൾ തന്നെയാണ് നിശുംഭനും. ശുംഭൻ 3 ലോകത്തിനും അധിപതിയാണ്. അതുപോലെ തന്നെ വിക്രമത്തോടു കൂടിയതാണ് നിശുംഭനും. എന്നുവെച്ചാൽ അനുജനാണല്ലോ. അപ്പോൾ ആ ത്രൈലോക്യാധിപത്യം നിശുംഭനുണ്ട് എന്നുള്ളതാണ്. ഇനി പക്ഷേ എന്താണ്? കിം ത്വത്ര യത് പ്രതിജ്ഞാതം മിഥ്യാ തത് ക്രിയതേ കഥം ശ്രൂയതാമൽപബുദ്ധിത്വാത് പ്രതിജ്ഞായ മയാ കൃത. കിം തു, എന്നാൽ അത്ര യത് പ്രതിജ്ഞാതം, ഞാൻ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. മയാ എന്നുണ്ട് അവിടെ. മയാ യത് പ്രതിജ്ഞാതം, എന്നാൽ പ്രതിജ്ഞ ചെയ്യപ്പെട്ടിട്ടുള്ളത്. മിഥ്യാ തത് ക്രിയതേ കഥം, അതിനെ ഞാൻ മിഥ്യയാക്കണത് എങ്ങനെയാണ്? അതിനെ കളവാക്കാൻ പറ്റുമോ? അതനുസരിക്കണ്ടേ? ഞാനൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, അതനുസരിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് തത് മിഥ്യാ കഥം ക്രിയതേ, അത് മിഥ്യയാക്കുന്നത് എങ്ങനെയാണ്? അത് തെറ്റാക്കി തീർക്കുന്നത് എങ്ങനെയാണ്? ശ്രൂയതാം അല്പബുദ്ധിത്വാത്, എൻ്റെ ബുദ്ധി ഇല്ലാണ്ടോണ്ടാണ്. അല്പബുദ്ധിത്വാത്, അല്പമായിട്ടുള്ള ബുദ്ധിയേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് മയാ കൃതായ പ്രതിജ്ഞ, ഞാൻ ചെയ്തതായിട്ടുള്ള പ്രതിജ്ഞയെ ശ്രൂയതാം, കേട്ടാലും. ഞാൻ അല്പബുദ്ധി ആയതുകൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്തു പോയി എന്നുള്ളതാണ്. ആ പ്രതിജ്ഞ കേട്ടോളൂ. അപ്പം അത് മറിച്ചാക്കാൻ പറ്റില്ല. എൻ്റെ അല്പബുദ്ധിത്വം കൊണ്ട് ഞാനൊരു പ്രതിജ്ഞ ചെയ്തു. യത് മയാ കൃത, ഞാൻ ചെയ്യപ്പെട്ടതായിട്ടുള്ള ആ പ്രതിജ്ഞ എന്താണ് എന്ന് കേട്ടോളൂ എന്നാണ്. ശ്രൂയതാം, അത് കേട്ടാലും. ഇനി അവിടെ ചെന്ന് പറയണത് അതിനാണ്. ഞാൻ സ്വീകരിക്കാനൊക്കെ തയ്യാറാണ്, പക്ഷേ ഞാനൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ റിച്ചാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് കേട്ടിട്ട് ശരിയാക്കാം എന്നുള്ളതാണ്. യത് പ്രതിജ്ഞ യാ മയാ കൃത, ഞാൻ ചെയ്തതായിട്ടുള്ള പ്രതിജ്ഞ യാതൊന്നാണ് എന്നുള്ളത് ശ്രൂയതാം, കേട്ടാലും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ
ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.